സാർ ട്രാൻസിസ്റ്റർ, സാർ NPN and PNP ട്രാൻസിസ്റ്റർ, then പിന്നെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ, പിന്നെ കട്ട് ഓഫ് സാച്ചുറേഷൻ ആക്റ്റീവ് ഇതൊക്കെ എന്താ റിവേഴ്സ് കട്ട് ഓഫ് സാച്ചുറേഷൻ ആക്റ്റീവ് എന്തൊക്കെ എന്താ? കട്ട് ഓഫ് or when we connect EBJ and CBJ junction in reverse. EBJ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? CBJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ ബേസ് ജംഗ്ഷൻ, EBJ എന്ന് പറഞ്ഞാൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ. അപ്പോൾ എന്താ സംഭവിക്കുക അങ്ങനെ കണക്ട് ചെയ്താൽ? കറണ്ട് പോയില്ല. എവിടുന്ന് എവിടത്തേക്ക് പോകില്ല? ഇങ്ങനെ അതിൽ കൂടി പോയില്ല. ഇതിലെ കൂടെ പോകില്ല? നിന്റെ വീടിന്റെ റോഡിന്റെ മുമ്പിലെ കൂടെ പോകില്ല എന്നാ എന്താ ഉദ്ദേശിക്കുന്നത്? നെറ്റിലേക്ക് പോയില്ല. ഓക്കെ, അപ്പോ കളക്ടറിന്ന് എമിറ്ററിന്ന് കളക്ടറിലേക്ക് പോയില്ല. പിന്നെ അതേപോലെ വേറെ ഓപ്പറേറ്റിംഗ് മോഡ്സ് ഏതൊക്കെയാണ്? സാച്ചുറേഷൻ ആക്റ്റീവ്, റിവേഴ്സ് ആക്റ്റീവ്. Okay, then what we have discussed. പിന്നെ സാച്ചുറേഷനിൽ അതിലെല്ലാം ഫോർവേഡ് ആയിട്ട് കണക്ട് ചെയ്യും രണ്ടും. ഇത് പറയുന്നത് ശരിയില്ല കേട്ടോ, രണ്ടും നിലം പറയുന്നത് രണ്ട് ജംഗ്ഷൻ. EBJയും CBJ ജംഗ്ഷൻ ഫോർവേഡ് ആയിട്ട് കണക്ട് ചെയ്യും. പിന്നെ ആക്റ്റീവില് EBJ ജംഗ്ഷൻ ഫോർവേഡ് ആയിട്ടും CBJ റിവേഴ്സ് ആയിട്ടും കണക്ട് ചെയ്യും. പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? പിന്നെ റിവേഴ്സ് ആക്റ്റീവ്, റിവേഴ്സ് ആക്റ്റീവ്. അതിൻ്റെ അകത്ത് EBJ ജംഗ്ഷൻ റിവേഴ്സ് ആയിട്ടും CBJ ഫോർവേഡ് ആയിട്ടും കണക്ട് ചെയ്യും. ഓക്കെ, നീ അടുത്തത് ഷെറിൻ, മുഹമ്മദ് ഷെറിൻ. വേറെന്താ നമ്മൾ പഠിച്ചത്? കട്ട് ഓഫ് നമ്മളതിന്റെ ട്രാൻസിസ്റ്റർ, അതിന്റെ ഓപ്പറേഷൻ പ്രിൻസിപ്പൾ, ഓപ്പറേഷൻ പ്രിൻസിപ്പൾ. ഓക്കെ, വി ഹാവ് ഡിസ്കസ്ഡ് ഓപ്പറേഷൻ പ്രിൻസിപ്പൾ. എങ്ങനെയാ ഓപ്പറേഷൻ നടക്കുന്നത്? ഇപ്പോൾ എമിറ്റർ NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എമിറ്ററിന്റെ N നെഗറ്റീവും P ബേസ് പോസിറ്റീവ് ആക്കിണെങ്കിൽ അത് സാച്ചുറേറ്റഡാ. ഇല്ല, നോക്കിയിട്ടില്ല. അടുത്തത് നിഹാൽ അബ്ദുൽ നസീർ. എമിറ്ററിന്ന് ബേസിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യും. എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് റൈറ്റ് ടു ലെഫ്റ്റ് ആയതുകൊണ്ട് ഇലക്ട്രോണ്, ബേസിലുള്ള ഇലക്ട്രോണ് എന്നിലേക്ക് മൂവ് ചെയ്യും.
എങ്ങോട്ട് മൂവ് ചെയ്യും? ഏത് എന്നിലേക്ക്? കോളാക്ടറിലേക്ക്. ഇത് നീ ഇപ്പം പറഞ്ഞത് കറക്റ്റാണ് ഓവറോൾ നോക്കുമ്പോൾ. പക്ഷേ കുറേ ടെക്നിക്കലായിട്ട് എൻ്റെ ഇതൊന്നും വന്നിട്ടില്ല. ഒന്നും കൂടെ പറയാൻ പറ്റുമോ കംപ്ലീറ്റ്? എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? CBJയില് ഫോർവേഡ് കൊടുക്കും. ഫോർവേഡ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസ് ചെയ്യും. ഫോർവേഡ് ബയാസ് ചെയ്യും. EBJയില് ഫോർവേഡ് ബയാസ്. എന്നിട്ട് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് പോകും. ബേസിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇലക്ട്രോണ് കൊളാക്ടറിലേക്ക് പോകും. അങ്ങനല്ലേ? ഓക്കെ ഓക്കെ, അതുവരെയല്ല നമ്മൾ പഠിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിവൺ ഹാവ് എനി ഡൗട്ട്? Okay, we will continue. Okay, today we are going to discuss about the different configurations of transistor. അന്ന് നമ്മൾ പഠിച്ചത് ഓപ്പറേറ്റിംഗ് മോഡായിരുന്നു. We were discussing about operating mode. That means a transistor can work in these 4 modes according to the connection, according to the voltage that we are applying. Okay, what are the different modes? Cutoff, saturation, active, reverse active. This is about configuration of transistor. Configuration of transistor means how we are giving connection to these 3 terminal: base, emitter, collector. So there are 3 configuration for operating a transistor. The first one is known as common emitter, second one is called a common base, and third one is common collector. So 3 names, like 3 terminal names has come there: common emitter, common base, common collector. We will see one by one. First one we will take common emitter. See the first diagram. Why emitter is common, or why this name, why this particular common emitter name for configuration of this particular configuration? That means emitter is common for both input and output. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ആര് കോമൺ ആണ്? എമിറ്റർ കോമൺ ആണ്. സോ എമിറ്റർ ടെർമിനൽ is common. You see this, I am applying input across this terminal. ഈ ഒരു ടെർമിനലിന് അക്രോസ് ആണ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. And I am taking output across this terminal. Okay, so input is applied at B with respect to E. That is, input is applied at base, and that input is also connected to emitter. What about output? Output also has 2 terminal. One is taken from collector and another is from emitter. So for both input and output, emitter is common. So the name common emitter. Okay, I will explain one more time. You can see that there is a 3 terminal transistor. This is base, this is collector, and the third terminal is emitter. And emitter is common to both input and output. So we are applying input across base and emitter terminal, and we are taking output across collector and emitter terminal. So both the place the name emitter has come. So it is called common emitter. Clear ആയില്ല എല്ലാവർക്കും? ഒന്നുകൂടി പറയൂ. Okay, for this, okay, we have taken one transistor.
ഇന്നലെ പഠിപ്പിച്ചത് ഡിഫറെന്റ് മോഡ്സ് എന്ന് പറയുന്നത് it is completely depends on voltage we are applying. If you change the polarity, if you reduce the magnitude, it will change. Okay, mode will change, but there is no change in the circuit. But in this topic, that is configuration of transistor. In this particular topic, we are telling about the connections. Okay, we are explaining about the connection. ഈ ട്രാൻസിസ്റ്ററിന്റെ കണക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് കോൺഫിഗറേഷനിൽ if you look at this one, the input is applied across base terminal and emitter terminal. Okay, normally there will be normal two connections for a particular input. Electric connection എടുത്താൽ രണ്ട് സിഗ്നൽ ഉണ്ടാവും. ഒന്ന് അതിന്റെ റെഫറൻസ് സിഗ്നലും ഒന്ന് അതിന്റെ ആക്ച്വൽ സിഗ്നലും. ഒന്നതിന്റെ റെഫറൻസും ഒന്നതിന്റെ ആക്ച്വൽ സിഗ്നലും. സോ വാട്ട് വി ആർ ഗിവിംഗ് ഈസ് വി ആർ ഗിവിംഗ് ഇൻപുട്ട് across base and emitter. That is reference at emitter and input at base. And then we are taking output from collector with the reference of emitter. Output നമ്മൾ എടുക്കുന്നത് രണ്ട് കണക്ഷൻ ആണ്, കളക്ടറിനും എമിറ്ററിനും. So in both the place, emitter is common. That means emitter is common to input. There we are applying input signal, and emitter is also common to collector. From there we are taking output. So emitter in base നും കളക്ടറിനും കോമൺ ആണ്. സോ ദ നെയിം കോമൺ എമിറ്റർ. അങ്ങനെയാണ് കോമൺ എമിറ്റർ എന്ന് പറയുന്നത്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും എമിറ്റർ കോമൺ ആയതുകൊണ്ടാണ് ദ നെയിം കോമൺ എമിറ്റർ ഹാസ് കം. അത് ക്ലിയർ ആയില്ലേ? ഞാനിതിങ്ങനെ ഇടക്കിടക്ക് ക്ലിയർ ആയില്ലേ എന്ന് ചോദിക്കുന്നത് വെച്ചാൽ നെറ്റ് കട്ടായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് PPT സ്ലൈഡ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്നതൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് ചോദിക്കുന്നത്. ഓക്കെ, നൗ വി ഹാവ് എ വേർഡ് കോൾഡ് ഗെയിൻ. ആർക്കെങ്കിലും അറിയോ ഗെയിൻ്റെ ഫോർമുല? ജനറലി വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ഗെയിൻ? ഗെയിൻ്റെ ഫോർമുല എന്താ? ഇറ്റ് ഈസ് ഓൾവേസ് കോൾഡ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഇത് കേട്ടിട്ടില്ല? ഈ ഫോർമുല കേട്ടിട്ടില്ല? Okay, gain is normally called output, the ratio of output to input. So that is gain. So if for this particular circuit, what is the formula? What is the output actually? Gain in terms of current. Okay, so the output current is actually IC, that is collector current, IC. Input is actually IB, base. Okay, so we are taking connection from collector, that is output from collector, and we are giving input to base, and emitter is common. അല്ലേ, നമ്മൾ കണക്ഷൻ എടുക്കുന്നത് കളക്ടറിൽ നിന്നാണ്, ഇൻപുട്ട് കൊടുക്കുന്നത് ബേസിലാണ്, ആൻഡ് എമിറ്റർ ഈസ് കോമൺ. സോ ഐ ക്യാൻ റൈറ്റ് ഔട്ട്പുട്ട് കറന്റ് ആസ് IC and my input current is IB. Okay, so I can write formula like output is IC divided by input IB. So this is the formula of gain in terms of in the configuration common emitter, and this is called beta 1. Okay, ഒന്നും കൂടെ പറഞ്ഞുതരാം. So we have actually three configuration for a transistor: common emitter, common base, common collector. So we are going to explain, first we are going to explain common emitter, that is the first one. So there we are giving signal for as you know that for each signal there will be two line, one is reference and one is voltage. Okay, so we will be giving base input to the base like this. That means one terminal to base and another terminal to emitter. So a current of IB will be flowing into base terminal and it will come out of emitter terminal. So current will be flowing in this direction. Okay, for every input there will be two terminal, one is reference and another is actual input, and reference is connected to emitter and input is connected to base. So current will be flowing in this direction, that is to the base, and it will return
from the emitter. So input is applied between base and emitter. And we will be taking output from collector. So that output is actually IC, and it is taken, the output is taken between collector and emitter. ഔട്ട്പുട്ടിന് രണ്ട് ടെർമിനൽ ഉണ്ടാവും, ഒന്ന് റെഫറൻസും ഒന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും. സോ ദാറ്റ് ഈസ് ടേക്കൺ ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ. നൗ ഇഫ് യു ലുക്ക് അറ്റ് ദ ഡയഗ്രാം, ദിസ് എമിറ്റർ, ദിസ് പർട്ടിക്കുലർ എമിറ്റർ ഈസ് കോമൺ ടു ബേസ്, ദാറ്റ് ഈസ് ഫോർ ദ ഇൻപുട്ട്, ആൻഡ് ദ സെയിം എമിറ്റർ ഈസ് കോമൺ ഫോർ ദ കളക്ടർ. അപ്പോൾ എമിറ്റർ എന്ന് പറയുന്നത് ഇൻപുട്ടിനും കോമൺ ആണ്, ഔട്ട്പുട്ടിനും കോമൺ ആണ്. സോ that is why the name common emitter. Now we have output current IC and input current IB, and we have one formula for gain, that is how much gain this transistor has. That is normally written in a generic way. Gain is written like output divided by input. So here output is actually IC. Output is IC. Output current is taken from collector, so collector current is your output, and input is IB. So I can write gain is equal to IC by IB. And now I am representing the gain in common emitter by using a symbol called beta. So that means for a common emitter transistor, the beta value or gain is IC divided by IB. You can see this formula here. So here it is written beta is equal to IC divided by IB. So what is the use of this one is, if you know the beta value and input, okay, of course you will be knowing what is the input, and beta value will be given by the manufacturer of the transistor. So you can easily calculate what is the output. IC is equal to actually beta into IB. അപ്പോൾ നമുക്ക് IB എത്രയാണെന്നുള്ളത് നമ്മൾ കൊടുക്കുന്നതാണ്. We know that, and beta value will be given by the transistor manufacturer. Which transistor we are selecting, ഏത് ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ കടയിൽ പോയി വാങ്ങുന്നത്, ആ ട്രാൻസിസ്റ്ററിന് ബീറ്റ വാല്യൂ അതിന്റെ മാനുഫാക്ചറർ തരും. So we will be multiplying beta value into IB, that is input current, that is your input, that will give you output. So that is the use of this beta value. Clear ആയോ? ഓക്കെ, ആ ജസ്റ്റ് കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് സ്പെല്ലിംഗ് കറക്റ്റ് ആക്കണം. ഇതൊരു യുവിൻ്റെ കുറവുണ്ട്. കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിസ്റ്റർ, ആ ഹെഡിങ് എഴുതുക, എന്നിട്ട് കോമൺ എമിറ്റർ എന്ന് പറയുന്ന നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ആ ഡയഗ്രാം വരക്കുക, ഈ ഫോർമുലാസ് ഒന്ന് എഴുതിയെടുക്കുക പെട്ടെന്ന്. റഫായിട്ട് എഴുതാ പോരാ? ആ, റഫായിട്ട് എഴുതിയാൽ. ഓക്കെ, വരച്ചെടുത്താ? പെട്ടെന്ന് വരച്ചാൽ മതി, അധികം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. Okay, next one.
ഇത് സർക്യൂട്ട് ഡയഗ്രം വരച്ചെന്ന് വിചാരിക്കുന്നു. ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ബി. സോ ഐ സി ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ഐ ബി. Now I am clearing everything. We will learn the second one, that is common base configuration. Okay, നിങ്ങൾ തന്നെ പറ കോമൺ ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Base is common. Base is common for both input and output. Okay. So here input is which one? Emitter. Emitter. So input magnitude is IE. And collector is which one? Output. Okay, that is IC. So if I write gain, formula of gain is first I will write in general formula, output divided by input. Here output is IC and input is I. And this is normally represented, this gain is, that is gain of common base, is normally represented by a symbol alpha, and you can see the same formula here. Alpha is equal to IC divided by IE. Okay, so please note this one also. Okay, വരച്ചു കഴിഞ്ഞാ Okay, next I will explain what is common collector configuration. So we know that collector is common to input and output, and our input is IB and output is what? IE. IE. So we can directly write gain is equal to IE divided by IE divided by IB. Okay, and it is denoted by a symbol gamma, and you can see that equation here. Okay, so there are a lot of applications for these circuits. That is, common emitter circuits are normally used in amplifier. So application of common emitter is we are using it in amplifier. And common base is normally used in impedance matching circuit. I will tell you later about this one. Impedance matching means for some circuit we need to have low input resistance, and for some circuit for some circuit we need low input resistance and high output resistance. Not like that. For some circuit we need high input resistance and low output resistance. So at that time we will use this common base configuration. Okay, that is now I am not going deep into impedance and all. It will
we will cover this one when we are explaining some modules, one of the module in electrical. Okay, and the last one, it is also in similar fashion. It is called an emitter follower. This can be used as an emitter follower circuit. Emitter follower circuit. So that are the applications of these different configurations of transistor. Okay, so there are you learn like this. There are 3 types of configuration, that is common emitter, common base, and common collector. So for common emitter, the emitter is common to both input and output. That is, input is actually applied between base and emitter, and it is out from collector and emitter. So normally, if you calculate the gain of this transistor, beta is equal to IC divided by IB, and it is used in amplifier circuit. And then the second configuration is common base, that is base is common for input and output, and input is applied between base and emitter, and output is taken from base and collector. So normally, if you derive the equation as we got earlier, that is alpha is equal to IC divided by IE. And the third configuration is common collector. In the common collector configuration, collector is common to input and output. That is, input is applied between base and collector. Output is taken from collector, emitter and collector. So again, if you write the formula, gamma is equal to IE divided by IB. Okay, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. No, sir. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കോമൺ എമിറ്ററിന്റെ ആംപ്ലിഫയർ ആയിട്ടും കോമൺ ബേസിന്റെ ഇമ്പിഡൻസ് മാച്ച് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ അത്ര പഠിച്ചാൽ മതി, ബാക്കി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇമ്പിഡൻസ് മാച്ച് ചെയ്യുക, അതായത് ചില സർക്യൂട്ടുകൾ, ഫോർ സം സർക്യൂട്ട് വി നീഡ് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. For that particular application, we are using this common base configuration. And common collector means for some unity gain circuits, we are using this common collector. That is nothing but a unity gain in circuit means emitter follower. So for that particular application, we are using common collector. Sir, വരക്കണ്ട. അതും കൂടെ വരക്ക. കോമൺ കളക്ടറിന്റെ യൂസ് എന്നാണ്? കോമൺ കളക്ടറിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഗെയിൻ. അത് ഇപ്പോൾ ഇല്ലേ, നമ്മൾ അത്ര ഡീപ്പായിട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ പറയാം. കോമൺ യൂണിറ്റി ഗെയിൻ എന്ന് പറയും, ഒറ്റ ഗെയിൻ ഉള്ളത്. ചിലപ്പോൾ ഇൻപുട്ട് കൊടുത്ത് അത് തന്നെ ഔട്ട്പുട്ട് വേണ്ട കുറച്ച് സർക്യൂട്ടുകൾ ഉണ്ടാവും. ആ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോമൺ കളക്ടർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലല്ലോ? മനസ്സിലായോ? ഇല്ല. ഓക്കെ, അത് എന്താ പറയുക, കോമൺ എമിറ്റർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്. ആ കോമൺ എമിറ്റർ സർക്യൂട്ടിന് സാധാരണ യൂണിറ്റി ഗെയിനാണ് ഉണ്ടാവുക. ഓക്കെ, യൂണിറ്റി ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ എന്ന് പറയുന്നത് 1 ആണ്, ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ IEയും IBയും സെയിം കറണ്ട് തന്നെയാണ് ഓൾമോസ്റ്റ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക, അല്ലേ? നമുക്ക് ആ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ IE, ഈ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് നമുക്ക് കിട്ടുന്നത് IE ഓൾമോസ്റ്റ് ഈക്വൽ ടു IB എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ യൂണിറ്റി ഗെയിൻ ആയിരിക്കും, ഗെയിൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചില ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ടിൽ, അങ്ങനെ ചില ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ, അതായത് കോമൺ കളക്ടർ വരുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസിസ്റ്ററിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കേട്ടോ, അത്ര ഡീപ്പായിട്ട് പോകണ്ട. അതിൽ നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ സർക്യൂട്ടൊക്കെ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും. ഇത്ര അഞ്ചാൽ മതി. യൂസ്ഡ് ആസ് എമിറ്റർ ഫോളോവർ, ദാറ്റ് ഈസ് ഓർ യൂണിറ്റി ഗെയിൻ സർക്യൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇതിലും അതേപോലെ തന്നെ ലോ എന്താ പറയുക, ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടും, ഈ ഒരു മോഡിൽ.
സാർ കളക്ടറിൽ എമിറ്റർ ഫോളോവർ എമിറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കളക്ടറിൽ ഇത് എമിറ്റർ യൂസ്ഡ് ആസ് എമിറ്റർ ഫോളോവർ എന്ന് പറഞ്ഞാൽ എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. ആ സർക്യൂട്ടിന്റെ പേര് അത് എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. കോമൺ കളക്ടർ യൂസ് ചെയ്യുന്നത് എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ആയിട്ടാണ്. ഈ സർക്യൂട്ടിന്റെ പേര് അങ്ങനെ വരും. അതിന്റെ ഓർ നമുക്കറിയാം എമിറ്റർ ഫോളോവർ സർക്യൂട്ട് ഓർ യൂണിറ്റി ഗെയിൻ സർക്യൂട്ട് എന്ന് എഴുതാം. അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ, ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് കോമൺ കളക്ടറിന്റെ ഇപ്പൊ എഴുതില്ലേ എമിറ്റർ ഫോളോവർ അല്ലെങ്കിൽ യൂണിറ്റി ഗെയിൻ സർക്യൂട്ട് എന്ന് എഴുതില്ല, അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഓക്കെ, എഴുതിയ. അതേപോലെ ഈ കോമൺ ബേസിന്റെ കേസിൽ എനിക്കൊരു ചെറിയൊരു കറക്ഷൻ പറയാനുണ്ട്. കോമൺ ബേസിന്റെ കേസിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്, അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോ ലോ ഇൻപുട്ട് ഇംപിഡൻസ്. ഇവിടെ ലോ ഇൻപുട്ട് ഇംപിഡൻസ് ആണ് വന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ലോ ഇൻപുട്ട് ഇംപിഡൻസ് ആണ് കോമൺ ബേസിന്റെ കേസിൽ വരിക. ലോ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ്. കോമൺ ബേസിന്റെ ബ്രാക്കറ്റിൽ ലോ ഇൻപുട്ട് ഇംപിഡൻസ് ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ്. സാറേ ഇംപിഡൻസിന്റെ മീനിങ് എന്നാ? ഇംപിഡൻസ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ആക്ച്വലി ഇംപിഡൻസ് സെഡ്, നമ്മൾ സെഡ് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ഇംപിഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് പ്ലസ് റിയാക്റ്റൻസ് ആണ് എന്ത് വരിക? ഇംപിഡൻസ് വരിക. ഓക്കെ, അതായത് ഒരു എ സി സർക്യൂട്ടിൽ, ഡി സി സർക്യൂട്ടിൽ നമ്മൾ സാധാരണ റെസിസ്റ്റൻസ് എന്ന് പറയും. അതേപോലത്തെ അല്ലെങ്കിൽ റെസിസ്റ്റർ മാത്രമുള്ള റെസിസ്റ്റീവ് സർക്യൂട്ടുകൾ മാത്രമുള്ള സർക്യൂട്ടിൽ, റെസിസ്റ്റീവ് കോമ്പോണന്റ് മാത്രമുള്ള സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതേപോലെ കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും ഒക്കെയുള്ള, അല്ലെങ്കിൽ കപ്പാസിറ്ററും ഇൻഡക്ടറും ഒക്കെയുള്ള സർക്യൂട്ടിൽ റിയാക്റ്റൻസ് ഉണ്ടാവും. ഇപ്പോൾ ചില സർക്യൂട്ടുകൾ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും. റെസിസ്റ്റൻസിന്റെയും കപ്പാസിറ്റൻസിന്റെയും ഇൻഡക്റ്റൻസിന്റെയും എല്ലാം കോമ്പിനേഷൻ ആയിരിക്കും. അവിടെ ഇപ്പോൾ ഉണ്ടാവുന്നത് റെസിസ്റ്ററിന്റെയും റിയാക്റ്റൻസിന്റെയും കോമ്പിനേഷനാണ്. ആ റെസിസ്റ്ററിന്റെയും റിയാക്റ്റൻസിന്റെയും കോമ്പിനേഷനാണ് നമ്മൾ ഇംപിഡൻസ് എന്ന് പറയുന്നത്. അത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇലക്ട്രിക്കലിന്റെ ചില മോഡ്യൂൾസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഡീപ്പായിട്ട് വരുന്നുണ്ട്. അതാണ് ഞാനിപ്പം പറഞ്ഞു പോവാത്തത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് മാറ്റി. ഏത് എമിറ്ററിന്റെ കേസിൽ ഇൻപുട്ട് ഔട്ട്പുട്ടും എങ്ങനെ വരുന്നതാ? ഓക്കെ, ഞാൻ ഈ ഇംപിഡൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി തരാം. അതായത് ഞാൻ പറഞ്ഞ ഇംപിഡൻസ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് അസ്യൂം ചെയ്യും. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ് അല്ലെ? ഞാൻ എന്താ പറഞ്ഞത് ഇവിടെ? ലോ റെസിസ്റ്റൻസ് എന്നല്ലേ പറഞ്ഞത് കോമൺ ബേസിന്റെ കേസിൽ അല്ലെ? ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്നല്ലേ പറഞ്ഞത്? ഔട്ട്പുട്ടിന്റെ കേസിൽ എന്താ പറഞ്ഞത്? അതേപോലെ കോമൺ കളക്ടറിന്റെ കേസിൽ എങ്ങനെയാ വന്നത്? ഹൈ ഇൻപുട്ട്. ഔട്ട്പുട്ടോ ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എമിറ്ററിൽ ഡോപ്പിംഗ് എങ്ങനെയാ? ഡോപ്പിംഗ് ഹൈ ആണ് എമിറ്ററിൽ. അങ്ങനെ ഡോപ്പിംഗ് ഹൈ ആണെങ്കിൽ അവിടെ ചാർജ് കാരിയേഴ്സിന്റെ എണ്ണവും എന്തായിരിക്കും? അപ്പൊ അവിടെ കണ്ടക്ടിവിറ്റി കൂടും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറയും അല്ലെ? കൂടുതൽ ചാർജ് കാരിയേഴ്സ് ഉണ്ടാകുമ്പോൾ റെസിസ്റ്റൻസ് കുറയും അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എമിറ്ററിന്റെ വെച്ച് പറയുമ്പോൾ ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയ? ചാർജ് കാരിയേഴ്സ് കൂടുന്നത് കൊണ്ട് റെസിസ്റ്റൻസ്
കുറയുന്നു. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിങ് ഫോഴ്സ് ആണ് അല്ലെ. ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നല്ല അതിന്റെ മീനിങ്. അപ്പൊ റെസിസ്റ്റൻസ് എന്താ ചെയ്യും, കുറയുമല്ലേ ചെയ്യുന്നത്. ആ ഓക്കെ. അപ്പൊ നേരെ കളക്ടർ അടുത്ത് നോക്കിയ ബേസ് എടുത്തു കഴിഞ്ഞാൽ ബേസിൽ ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം എന്താ, വളരെ കുറവാണ് അല്ലെ. ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ് ബേസിലുള്ളത്. സോ റെസിസ്റ്റൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും, ഹൈ ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റിലാണ് അത് വന്നത്. അപ്പൊ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആണ്. ഓക്കെ. റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റൻസും കുറച്ച് ഔട്ട്പുട്ട് ഇമ്പിഡൻസും കുറച്ചുണ്ടാവും. കാരണം കളക്ടർ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. ഹൈ എന്ന് നമുക്ക് മാക്സിമം എന്ന് പറയാൻ പറ്റില്ല. എമിറ്ററിനേക്കാളും കുറവായിരിക്കും അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ്. സോറി, എമിറ്ററിനേക്കാളും കൂടുതലായിരിക്കും അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ്. പക്ഷെ ബേസിന്റെ അത്രയും ഉണ്ടാവില്ല. മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ. കുറച്ചും കൂടെ ഹൈ ആയി പോയി, അടുത്ത ലെവലിലേക്ക് എത്തിയെന്ന് തോന്നുന്നല്ലോ അല്ലേ. ഓക്കെ, ഞാൻ ആ ഇമ്പിഡൻസിന്റെ അങ്ങോട്ട് പോകണ്ട നിങ്ങൾ. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ദർ ആർ 3 കോൺഫിഗറേഷൻ: കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, കോമൺ ബേസ്. Common emitter means emitter terminal is common to both input and output. And also you note down this formula: beta is equal to IC divided by IB. Then common base means base is common to both input and output. And we have a formula: alpha is equal to IC divided by IE. And the third one is common collector. That means collector is common to both input and output. So we have a formula: gamma is equal to IE divided by IB. ഓക്കെ. സോ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആപ്ലിക്കേഷൻ എന്നുള്ളത് കോമൺ എമിറ്റർ ഈസ് ആംപ്ലിഫയർ, ഈസ് യൂസ്ഡ് ആസ് ആൻ ആംപ്ലിഫയർ. കോമൺ ബേസ് ഈസ് ഫോർ ഇംപിഡൻസ് മാച്ചിങ് ആൻഡ് കോമൺ കളക്ടർ ഈസ് ഫോർ എമിറ്റർ ഫോളോവർ ഓർ യൂണിറ്റി ഗെയിൻ സർക്യൂട്ട്. അത്രയും പഠിച്ചാൽ മതി, അതിൽ കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങൾ പോകണ്ട. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് ഞാൻ പെട്ടെന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. മുഹമ്മദ് സൈൻ, മുഹമ്മദ് സൈൻ ആബ്സെന്റ് ആണോ?